ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ലാത്ത അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുതാത്ത ചില ഭക്ഷണ സാധനങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആപ്പിൾ. ഫ്രിഡ്ജിൽ വെച്ചാൽ നീര് വറ്റിപ്പോകുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. അതുപോലെ തന്നെ അത് വേഗം വാടിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആപ്പിൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒഴിവാക്കുക. മറ്റൊന്നാണ് അച്ചാർ. പല അച്ചാറുകളും നമ്മൾ കേടാവാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കാറുണ്ട്. എന്നാൽ വിനാഗിരിയൊക്കെ ഒഴിച്ചുണ്ടാക്കിയ അച്ചാറാണെങ്കിൽ അത് പുറത്ത് വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അച്ചാർ വേഗം ഉണങ്ങിപ്പോകും. തണുപ്പ് കുറഞ്ഞ റാക്കിൽ അച്ചാർ സൂക്ഷിക്കുന്നതാണ് നല്ലത്. മറ്റൊന്നാണ് വാഴപ്പഴം. വാഴപ്പഴം ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പഴം പെട്ടെന്ന് കേടാവും. മറ്റൊന്ന് തക്കാളി. തക്കാളി പേപ്പറിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് റാപ്പുകളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വെക്കാതെ പേപ്പറിലോ പ്ലാസ്റ്റിക് റാപ്പിലോ വെക്കാം. നേരിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന്റെ ജലാംശം നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ ഇതിന്റെ രുചിയും നഷ്ടപ്പെടും. മറ്റൊന്നാണ് കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി ഫ്രിഡ്ജിൽ വെച്ചാൽ അതിന്റെ മണവും ഗുണവും നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ മണവും ഇതിന്റെ മണം അടുത്തിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളിലേക്ക് പടരുകയും ചെയ്യും. കാപ്പിപ്പൊടി നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ പുറത്ത് തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അത് ഈ കട്ടിയാവുന്നു എന്ന് ഓർത്തിട്ടാണ് എല്ലാവരും ഫ്രിഡ്ജിൽ വെക്കുന്നത്. പക്ഷെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പുറത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. മറ്റൊന്ന് ബ്രെഡ് നമുക്ക് തന്നെ അറിയാം, ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡ് ഭയങ്കരമായിട്ട് ഉണങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്തായാലും 2-3 ദിവസമേ ബ്രെഡിന് എക്സ്പയറി ഉള്ളൂ. ആ 3 ദിവസങ്ങൾ അത് പുറത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ അതിന്റെ ജലാംശം നഷ്ടപ്പെട്ട് അത് പെട്ടെന്ന് ഡ്രൈ ആവും. പിന്നൊന്ന് എണ്ണ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കട്ട പിടിക്കും. കാരണം നമുക്കറിയാം, തണുപ്പ് കാലത്ത് തന്നെ പുറത്തിരിക്കുന്ന എണ്ണ തന്നെ ചിലപ്പോൾ നല്ലപോലെ കട്ട പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ എണ്ണയുടെ സ്വാഭാവികമായ ചില ഗുണങ്ങളും അതിന്റെ സ്വാഭാവികതയും നഷ്ടപ്പെടും ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ. എണ്ണ പുറത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. പിന്നെ ഉള്ളിയും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ അതിന്റെ ഈർപ്പം നഷ്ടപ്പെടുകയും ഗുണം പോവുകയും ചെയ്യാറുണ്ട്. അപ്പം പുറത്ത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. നമ്മൾ ചിലപ്പം ഉള്ളി എന്തെങ്കിലും തൊലി പൊളിച്ചു കഴിയുമ്പോൾ എക്സ്ട്രാ വന്നാലൊക്കെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ നല്ലത് അത് വഴറ്റിയിട്ട് വെക്കുക. അല്ലാതെ ഉള്ളിയായിട്ട് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഗുണം നഷ്ടപ്പെടും. അല്ലെങ്കിൽ വഴറ്റി നമുക്ക് സൂക്ഷിക്കാം. ഇപ്പം ഉള്ളി അല്പം എക്സ്ട്രാ എടുത്ത് പോയി കഴിഞ്ഞാൽ അത് അല്പം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കും. താഴെ പെട്ടെന്ന് എടുക്കാനുള്ളതാണെങ്കിൽ താഴെ നമ്മുടെ നോർമൽ ഫ്രിഡ്ജിന്റെ സ്പേസിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അതാണ് നല്ലത്. അല്ലാതെ സവാളയായിട്ട് അല്ലെ ഉള്ളിയായിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കും.